എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഫ്ലാക്സ് സീഡ് കൊണ്ടുണ്ടാക്കുന്ന ലഡുവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം ഫ്ലാക്സ് സീഡ് ഇടാം. 3/4 കപ്പ് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ഏലക്കയും ജീരകവും 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. 2 പീസ് ചുക്കും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. 2-3 മിനിറ്റ് വറുത്തെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ചെറുതായി ബൾജാവാനും തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നിലക്കടല ഇടാം. 1/4 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് നട്ട്സും അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, ബദാമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. നാലഞ്ച് മിനിറ്റോളം വറുത്തെടുക്കാം. കടലയെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ചെറുതായി ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. ഇതെടുക്കാം. 1/2 കപ്പോളം മഖാന എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി ക്രിസ്പി ആക്കണം. ഇനി ക്രിസ്പി ആയിട്ടില്ല. ഒന്നുകൂടി വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയമാകും. ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കുന്നത്. ആവാറായിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നുകൂടി റെഡിയാകും. ഇനി ഇതും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവിൽ കൂടി വറുത്തെടുക്കാം. മട്ടവിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് വെളുത്ത എള്ളാണ്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ഇടാം. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയിലെ വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ചോക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറുന്നതിനെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പൊടിച്ചെടുക്കാം. ആദ്യം ഫ്ലാക്സ് സീഡ് പൊടിച്ചെടുക്കണം. ഫ്ലാക്സ് സീഡ് അത്യാവശ്യം നന്നായി തന്നെ പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അവിലിടാം. കൂടെ തന്നെ മഖാനയും നട്ട്സും തരിതരിപ്പായി പൊടിച്ചെടുക്കാം. ഇത് ഇതിലേക്കിടാം.
ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എള്ളും ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടി റെഡിയാക്കിയിട്ടുണ്ട്. 3 അച്ച് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഒരു നൂൽ പരുവാവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ലൂസായി തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു നുള്ളു ഉപ്പിടാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കാം. പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പാനിയെല്ലാം നന്നായി അബ്സോർബായി കട്ടയായി കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് ഷേപ്പ് പിടിക്കാൻ പറ്റുള്ളൂ. ചെറിയ ഉള്ളയാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് തണുക്കുന്നതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മിറാക്കിൾ സീഡ് എന്ന് വിളിക്കുന്ന ഫ്ലാക്സ് സീഡ് കൊണ്ടുണ്ടാക്കുന്ന ഈ ലഡ്ഡു വളരെ ഹെൽത്തിയും രുചികരവുമാണ്. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ല റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.